ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു പ്രാക്ടീസ് പേപ്പർ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ആരാന്ന് വെച്ചാൽ നമ്മുടെ സമഗ്ര. ഓക്കെ, അപ്പോൾ സമഗ്ര ഇറക്കിയിട്ടുള്ള നമ്മുടെ വരാൻ പോകുന്ന ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. അതായത് ഈ ചോദ്യം തന്നെ വരുമെന്നല്ല, ഇതിൻ്റെ സെയിം ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ പഠിച്ച് കഴിഞ്ഞോ, എല്ലാ ടോപ്പിക്കും കവറായോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനും ഇതുപോലത്തെ പ്രാക്ടീസ് ചോദ്യ പേപ്പറുകൾ ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് സാധാരണ ഏതെങ്കിലും പബ്ലിക്കേഷൻസ് ഇറക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. എന്താണ് ഈ പറയുന്ന നിങ്ങളുടെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ തന്നെ ആൾക്കാരല്ലേ, അവർ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ പരീക്ഷയ്ക്ക് കൂടുതലാണ്. ഓക്കെ, അതായത് ഈ ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യ പേപ്പർ അതിൻ്റെ ഉത്തരവും എന്ത് ചെയ്യാം, ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓൺലൈനിലും കിട്ടും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനകത്ത് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയേ, എ ടേബിൾ ഈസ് പുഷ്ഡ് ടുവേർഡ്സ് വെസ്റ്റ് ബൈ എ ഫോഴ്സ് ഓഫ് 150 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ വെസ്റ്റിലോട്ട് നമ്മൾ 150 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തൊരു ടേബിളിനെ പുഷ് ചെയ്യുന്നു. ഫ്രം ദ ഈസ്റ്റ് അല്ല, ആൻഡ് പുൾഡ് ഫ്രം ദ ഈസ്റ്റ് ബൈ എ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ. എന്നിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റിലോട്ട് നമ്മൾ പുള്ള് ചെയ്യുന്നു. എത്ര ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്? 200 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ള് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ സം എടുക്കുക അല്ലേ. ഒരു ഡയറക്ഷനോട്ട് എടുക്കുന്നതിന് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, ഓപ്പോസിറ്റോട്ടുള്ള നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഇവിടെ എത്രയാണ്, -150. ഞാൻ എടുത്തോട്ടുള്ള നെഗറ്റീവായിട്ട് എടുത്തു. ഓക്കെ, പ്ലസ് എന്താണ്, പ്ലസ് 200 ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്? നമ്മുടെ ഉത്തരം വരുന്നത് എത്രയായിരിക്കും? അത് +50 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ടുവേർഡ്സ് എങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ടാണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരം എഴുതുമ്പോഴും ഡയറക്ഷൻ, ഇപ്പോൾ പ്ലസ് മൈനസ് കൊടുത്തില്ലെങ്കിൽ ഡയറക്ഷൻ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉത്തരം എത്രയാണ്? 50 ന്യൂട്ടൺ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദീസ് ഫിഗർ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ അല്ലെ, റിഫ്രാക്റ്റ് ചെയ്ത റിഫ്രാക്റ്റഡ് റേയും അതുപോലെ തന്നെ നമ്മളവിടെ ആ സർഫസിൽ വരയ്ക്കുന്ന നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള അനുസരിച്ച് നമുക്ക് നോക്കിയേ കാണാം, 70 ഡിഗ്രി എന്ന് ചാടിക്കയറി എഴുതി കളയരുത്. ഈ 70 ഡിഗ്രി എന്ന് പറയുന്നത് നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല. നമുക്കറിയാം ഈ പറയുന്ന ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണോ, 90 ഡിഗ്രിയാണ്. അതിൽ നമ്മൾ റിഫ്രാക്റ്റഡ് റേ കടന്നു പോകുന്ന ബാക്കി ആംഗിൾ 70 എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഈ പറയുന്ന നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അത് 90 മൈനസ് 70 ആയിരിക്കും. നമുക്കറിയാം 70 90 കുറച്ചാൽ പിന്നുള്ളത് 20 ആണ്. സോ 20 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ഓക്കെ, ഇതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചോദിച്ചാൽ എന്താ, ഈ ആംഗിളാണ് എന്ത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് കേസ് ആർ ദ വാല്യൂസ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ? എപ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസ് ട്രാവൽഡും ഈക്വൽ ആവുന്നത്? സിമ്പിൾ ചോദ്യമാണ് അല്ലേ. ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഒരു ഒബ്ജക്റ്റ് ഒരു നേർരേഖയിൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകുന്നത്. എന്താ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. രണ്ടും ഈക്വൽ ആവുന്ന എപ്പോഴാണ്, ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോഴാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കറക്റ്റ് പിക്ചർ റിഗാർഡിങ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് പിക്ചർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ലൈറ്റ് പോകുന്നത് വാട്ടറിൽ നിന്നും എയറിലോട്ടാണ്. നിങ്ങൾക്കറിയാം വാട്ടറും അതുപോലെ തന്നെ നമ്മൾ എയറും എടുക്കുന്ന സമയത്ത് വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും എയർ എന്ന് പറയുന്നതാണ് അവിടുത്തെ റെയർ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് പോകുന്നത് ഡെൻസിൽ നിന്ന് എയറിലോട്ടാണ്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് അല്ലേ, എവേ ഫ്രം ദ നോർമലാണ് എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് നടക്കുന്നത്. അപ്പോൾ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യുന്ന ഫിഗർ ഏതാണ്,
ഇവിടെ ഒരു എവേ ഫ്രം ദ നോർമൽ ബെൻഡിങ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് തെറ്റാണല്ലേ. കാരണം എന്താണ്, ഈ പോയിന്റിൽ വെച്ചിട്ടാണ് നടക്കേണ്ടത്, ഇവിടെ അതല്ല. അപ്പോൾ ഈ ഫിഗർ തെറ്റാണ്. പിന്നെ എവേ ഫ്രം ദ നോർമൽ നടക്കുന്ന എവിടെയാണ്, അത് സിയിലാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ഗലീലിയോസ് മാർബിൾ ആൻഡ് ചാനൽ എക്സ്പെരിമെൻറ്റ് വാട്ട് കോസ്റ്റ് ദ ബോൾ ടു റീച്ച് മാക്സിമം ഹൈറ്റ് അല്ലേ. ഈ പറയുന്ന ചരിഞ്ഞ പ്രതലത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ. എന്ത് പറ്റി, ബോളിനെ ഉരുട്ടി വിട്ടപ്പോഴത്തേക്കും ബോൾ ഉരുണ്ട് എന്ത് ചെയ്തു, അത് ആദ്യം നിന്ന സ്ഥലം വരെ എത്തി. അപ്പോൾ അവിടെ വരെ എത്താൻ സഹായിച്ചത് ആരാണ്, അത് അവിടുത്തെ ഇനേർഷ്യയാണ് അല്ലേ. ഓക്കെ, അത് അവിടുത്തെ എന്താണ്, ഇനേർഷ്യയാണ് അവിടെ എത്താനായിട്ട് സഹായിച്ചത്. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്, വാട്ട് കാസ്റ്റ് ദ ബോൾ ടു കം ടു റെസ്റ്റ് ആഫ്റ്റർ റൈസിങ് ടു സം ഹൈറ്റ് അല്ലേ. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, എന്താണ് ഈ ബോള് റെസ്റ്റിലെത്തും കുറച്ച് ദൂരം കഴിയുമ്പോൾ. അപ്പോൾ ഈ ബോൾ റെസ്റ്റിലെത്താനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, അത് വേറൊന്നുമല്ല, അതവിടുത്തെ ഫ്രിക്ഷനാണ്. ഓക്കെ, എന്താണ് അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ഒബ്ജക്റ്റ് എന്തിൽ വരുന്നത്, റെസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ബി, ഫ്രിക്ഷനാണ്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് traveling with a velocity of 3 meter per second if its velocity changes from 4 meter per second in 2 seconds. എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റി, അതായത് ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്, അത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് അവസാന വെലോസിറ്റിക്ക് വന്ന മാറ്റം എത്രയാണ്, 3 എത്രയായിട്ട് കൂടി, 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി. അതിന് വേണ്ടി വന്ന സമയവും തന്നിട്ടുണ്ട്, എത്രയാണ്, 2 സെക്കൻഡ് സമയമാണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം, എന്താണ്, അത് വി മൈനസ് യു ബൈ ടി ആണ്. അതായത് 4 മൈനസ് 3/2 ആണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 1/2 ആണ്. അതായത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എത്ര, 1/2 എന്ന് വെച്ചാൽ 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിറ്റ് എഴുതിക്കൊള്ളണേ, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. എട്ടാമത്തെ ചോദ്യം എന്താണ്, എട്ടാമത്തെ ചോദ്യം. ഓക്കെ, ഏഴാമത്തെ ചോദ്യം പറഞ്ഞില്ല അല്ലേ. ഏഴാമത്തെ ചോദ്യം നോക്കി എന്താ പറഞ്ഞേക്കുന്നത്. ഓക്കെ, വാട്ട് കോസസ് ദ ബോട്ടം ഓഫ് എ പോണ്ട് ടു അപ്പിയർ റൈസ്ഡ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് അല്ലേ. നമ്മളൊരു പോണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഈ അടിഭാഗം ഉണ്ടല്ലോ, നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒറിജിനൽ ഹൈറ്റിനേക്കാളും ഒരല്പം കൂടെ ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നും. നമ്മൾ ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു, ഒരു കോയിൻ കിടക്കുമ്പോൾ കോയിൻ ഒരല്പം ഉയരത്തിലേക്ക് കാണുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണ്, സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഉത്തരം എന്താണ്, അത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, റിഫ്രാക്ഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്, റേസ് കമ്മിങ് ഫ്രം ദ വാട്ടർ അണ്ടർഗോസ് റിഫ്രാക്ഷൻ അറ്റ് ദ പോയിന്റ് സെപ്പറേറ്റിംഗ് എയർ ആൻഡ് വാട്ടർ ആൻഡ് റീച്ചസ് അവർ ഐ ആഫ്റ്റർ ബെൻഡിങ്. സോ എന്ത് പറ്റും, നമ്മൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോണ്ട് അല്പം റേസ് ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. റിഫ്രാക്ഷൻ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മെയിൻ ബൈ റിസൾട്ടൻറ്റ് ഫോഴ്സ്. എന്താ റിസൾട്ടൻറ്റ് ഫോഴ്സ്, ഈസ് ദ വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ് ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഫോഴ്സസ് അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്, റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വേറെ എന്താ ചോദിച്ചിരിക്കുന്നത് അല്ലേ, വെൻ മോർ ദാൻ വൺ ഫോഴ്സ് ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ് സം ഓഫ് ദ ഫോഴ്സസ് ഈസ് ദ എഫക്റ്റീവ് ഫോഴ്സ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇഫ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് എ ഫോഴ്സ് ഓഫ് 350 ന്യൂട്ടൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാൽക്കുലേറ്റ് ദ ഇഫക്റ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. എന്ത് ചെയ്താൽ മതി, ഒരു ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുക, മറ്റൊരു ഫോഴ്സിനെ എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് എടുക്കുക. ഞാൻ വലത്തോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവായിട്ട് എടുത്തു, ഇത് ഇടത്തോട്ട് വന്ന് ഞാൻ കരുതി നെഗറ്റീവായിട്ട് എടുത്താൽ എന്തായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, രണ്ടുപേരുടെയും സമ്മ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും സമ്മ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ. എത്ര കിട്ടും, -100 പോയി കഴിഞ്ഞാൽ പിന്നെ 250 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 250 ന്യൂട്ടൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 9ാമത്തെ ചോദ്യം നോക്കിയേ. ഗീവ് റീസൺ ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് disappeared from the horizon it is still possible to see the sun for a short time thereafter. എന്തുകൊണ്ടാണ്, ഇപ്പോൾ റിവിഷൻ ക്ലാസ് ഞാൻ 1ാമത്തെ ചാപ്റ്ററിൻ്റെ അപ്ലോഡ് ചെയ്തതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനെ എപ്പോഴാണ് കാണുന്നത്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമി എന്നിരിക്കട്ടെ. ഈ ഭൂമിയിൽ നമ്മൾ ഈ പറയുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് നമ്മുടെ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൊറൈസൻ്റെ മുകളിൽ സൂര്യൻ വന്നു കഴിയുമ്പോഴാണ് ആക്ച്വൽ സൺറൈസ്. അല്ലെ, നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, താഴെ സൂര്യൻ എത്തുമ്പോൾ ഇതാണ് സൺസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ താഴെ കാണുന്നതാണ് എന്ത്, ആക്ച്വൽ ആയിട്ടുള്ള
സൺസെറ്റ്. പക്ഷേ ആക്ച്വൽ സൺസെറ്റ് കഴിഞ്ഞാലും പിന്നെയും കുറച്ച് സമയം നമുക്ക് സൂര്യനെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് ബൈ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? നേരെ ഇങ്ങനെ പോകേണ്ടതിന് പകരം ബെൻഡ് ചെയ്ത് എങ്ങോട്ട് വരും? നമ്മുടെ കണ്ണിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കും പറയുന്നത്? ഈ ലൈൻ വരുന്നത് എങ്ങോട്ടാണോ അവിടെ സൂര്യൻ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പാരൻ്റ് പൊസിഷൻ കാണുന്നത്. എന്ത് കാണുന്നത്? അപ്പാരൻ്റ് പൊസിഷൻ. അപ്പോൾ ഇത് കൊണ്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്തമയത്തിന് ശേഷം ഏതാണ്ട് 2 മിനിറ്റോളം നമുക്ക് സൂര്യനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ നമുക്ക് ആരെ കാണാൻ പറ്റും? സൂര്യനെ കാണാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If the speed of light in vacuum 3 × 10⁻⁸ meter per second and refractive index of glass എന്ന് പറയുന്നത് 1.5 ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഈ സെയിം ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ തന്നിട്ടുള്ള ഡേറ്റ് എടുത്ത് എഴുതുക. ഇതൊക്കെ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം അത് സി ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അത് എത്ര തന്നിട്ടുണ്ട്? അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വന്നിട്ടുണ്ട്. എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്? 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ n = c/v. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള v ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v = c/n. ഇവിടെ c എത്രയാണ്? 3 × 10⁸ n എത്രയാണ്? 1.5. അപ്പോൾ 3/1.5 എന്ന് വെച്ചാൽ എത്ര? ഓക്കെ, 3/1.5 എത്രയാണ്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിട്ട് വരും? അത് 2 ആയിട്ട് വരും അല്ലേ? 3ന്റെ പാതിയല്ലേ 1.5. അപ്പോൾ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, 11ാമത്തെ ചോദ്യം നോക്കാം. given is the velocity time graph of an motion of a car A and B. ഓക്കെ, അപ്പോൾ എ എന്നൊരു കാറും ബി എന്നൊരു കാറിൻ്റെയും മോഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ എന്താ പറയുന്നത്? ഹൗ മച്ച് ടൈം ഡിഡ് ഇറ്റ് ടേക്ക് ഈച്ച് ഓഫ് ദ കാർ ടു റീച്ച് ദ സെയിം വെലോസിറ്റി. ഓക്കെ, എന്താ സെയിം വെലോസിറ്റി എന്ന് വെച്ചാൽ നോക്കി, ഇവിടെ 1ാമത്തെ കാർ ഇതാണ് എ എന്ന് പറയുന്ന കാർ. അത് 0 സെക്കൻഡിൽ എന്ത് ചെയ്തു? അതിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ചെയ്ത് സമയത്തിനനുസരിച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ട്. എന്നാൽ എ എന്ന കാർ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിയും എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി പോകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. 1ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2 കാറുകളും എപ്പോഴാണ് ഒരേ വെലോസിറ്റിയിൽ എത്തുന്നത്? അപ്പോൾ എവിടെയാണ് ഒരേ വെലോസിറ്റി? അതാ ഈ പോയിന്റ്, രണ്ടും കൂടി കൂട്ടിമുട്ടി ഈ പോയിന്റാണ് ഒരേ വെലോസിറ്റി. നമുക്ക് 40 എന്ന് എടുക്കാം. എത്ര സമയം കൊണ്ടാണ് എടുത്തത്? നോക്കിയേ, എ എന്ന കാറ് ഇവിടെ വരെ എത്താൻ ഏതാണ്ട് എത്ര സമയം എടുത്തു? ഏതാണ്ട് ഇവിടെ വരെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും ആകുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കാറ് എടുത്ത സമയം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഒരു 14 സെക്കൻഡ് എന്ന് പറയാം. എന്നാൽ ബി എന്ന കാറിൻ്റെ കേസ് നോക്കിയേ, ബി എന്ന കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബി എന്ന കാർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാ ഇത്രയും ദൂരമാണ് അത് എന്ത് ചെയ്തത്? സഞ്ചരിച്ചത്. 14 8 അല്ലേ? 14 8. അപ്പോൾ എത്രയുണ്ട്? ഒരു 6 സെക്കൻഡ് എടുക്കും. അപ്പം ബി എന്ന് പറയുന്ന കാർ എത്ര സെക്കൻഡ് എടുത്തു? 6 സെക്കൻഡ് എടുത്തു. അല്ലെ, ആലോചിച്ച് നോക്കിയത് ഇത്രയും സമയം എന്ന് പറയുന്നത് എത്രയാണ്? 14 മൈനസ് എത്രയാണ്? 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്ത് ബി എന്ന കാർ ഈ പറയുന്ന 40 വെലോസിറ്റി അച്ചീവ് ചെയ്തത്. അപ്പോൾ ബി ഇത്രയും സമയം എടുത്തു, എ ആണെങ്കിൽ ഇത്രയും സമയവും എടുത്തു. ഓക്കെ, 2ാമത്തെ ചോദ്യം, വിച്ച് കാർ ഹാസ് ഗ്രേറ്റർ ആക്സിലറേഷൻ? സിമ്പിളാണ്. ഈ ടൈപ്പ് സെയിം ചോദ്യം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും? ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അവർക്കാണ് ആക്സിലറേഷൻ കൂടുതൽ. അപ്പം ബി എന്ന് പറയുന്ന കാറിനാണ് ഇവിടെ എന്ത് കൂടുതൽ? ആക്സിലറേഷൻ കൂടുതൽ. അത് നിങ്ങൾക്ക് ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് 8 സെക്കൻഡ് 14 സെക്കൻഡ് അല്ലെ, വേറെ 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡ് എത്തുന്നതല്ലേ കൂടിയ ആക്സിലറേഷൻ? അത് 14 സെക്കൻഡ് കൊണ്ട് എത്തുന്ന വെച്ചാൽ സ്ലോ ആണ് വണ്ടി കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത്. ശരി, 12ാമത്തെ ചോദ്യം നോക്കേ. When an object is thrown vertically up with a given velocity, it reaches a maximum height of 80 meter. With what velocity was the object thrown up from the floor? Acceleration is equal to -10 meter per second square. സിമ്പിൾ ആണ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? മുകളിലോട്ട് എറിഞ്ഞു. അതൊരു നിശ്ചിത ഹൈറ്റ് വരെ എത്തി. അവിടെ വരെ നമുക്ക് നിൽക്കാം. ഈ സഞ്ചരിച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന് നമ്മളിങ്ങനെ എറിയുമ്പോൾ ഏറ്റവും മുകളിലും എന്ത് ചെയ്യും? ഒരു സെക്കൻഡ് നിന്നിട്ടാണ് താഴോട്ട് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക്? എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മൈനസ് വന്നേ?
കാരണം ആലോചിച്ച് നോക്കിയാൽ ഭൂമി ഒബ്ജക്റ്റിനെ വലിക്കുന്ന താഴോട്ട്, പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്തത് മുകളിലോട്ട്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ആക്സിലറേഷൻ നമ്മളിവിടെ എന്ത് കൊടുത്തത്, നെഗറ്റീവ് കൊടുത്തത്. അല്ല ഇതിന് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു, കുറേ കഴിയുമ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ അവിടെ നെഗറ്റീവ് ആക്സിലറേഷനാണ് ഉണ്ടായത്. ഓക്കെ, അത് ലോജിക്ക്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട് അല്ലേ, എത്ര തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, 80 മീറ്ററാണ്. ഫൈനൽ വെലോസിറ്റി നമുക്കറിയാം 0 മീറ്റർ/സെക്കൻഡ് ആണ്. ആക്സലറേഷൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് -10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഇക്വേഷൻ എടുക്കാം, v = u+8 ഉപയോഗിക്കാൻ പറ്റൂല. s = ut + ½ at² ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ ഏത് ഉപയോഗിക്കാൻ പറ്റും, v² = u² + 2as ഉപയോഗിക്കാം. കാരണം നമ്മളതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ v² എന്ന് വെച്ചാൽ 0 ആയിട്ട് മാറും. 0 = u² + 2 × a - 10 × 80. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു u². ഈ മൈനസും കൂടി ഞാൻ ഇവിടെ മൈനസായിട്ട് എഴുതുകയാണ്. എന്തുണ്ട്, 2 × 10 × 80. ഓക്കെ, 8 × 10 800 × 2 16 ആവും അല്ലേ. അപ്പോൾ u² മൈനസ് എത്ര, -16,000. അപ്പുറത്ത് പോകുമ്പോൾ എന്ത് പറ്റും, u² = +16 0. അപ്പോൾ അതിന് u എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ. 16,000 റൂട്ട് നമുക്കറിയാം, 14 റൂട്ട് 4 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ u എന്ന് പറയുന്നത് എത്രയാണ്, 4ഉം 100ൻ്റെ റൂട്ട് 10 ആയതുകൊണ്ട് 40 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിലായിരിക്കും ഈ പറയുന്ന ഒബ്ജക്റ്റിന് എന്ത് ചെയ്തിട്ടുണ്ടാവുക, എറിഞ്ഞിട്ടുണ്ടാവുക. എങ്കിൽ മാത്രമേ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുള്ളൂ, ഇത്രയും ഹൈറ്റ് എത്തുള്ളൂ. ഓക്കെ അല്ലേ. 13ാമത്തെ ചോദ്യം നോക്കാം. വാട്ടർ സീംസ് ടു ബി ലോഗ്ഡ് ഇൻ ദ റോഡ് ഡ്യൂറിങ് ദ ഹോട്ട് സമ്മർ ആഫ്റ്റർനൂൺസ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ്. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഫിനോമിന occurs. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള മിറേജിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന ആഫ്റ്റർനൂൺ സമയമാകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു മരം നിൽക്കുകയെന്ന് വിചാരിക്കുക, നിങ്ങളിവിടെ കാറ് സഞ്ചരിക്കുകയാണെന്നും വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറയുന്ന മരത്തിൻ്റെ ഒരു ചെറിയ ഇമേജ് റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, താഴോട്ട് കാണാൻ പറ്റും. അതായത് ദൂരെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സോ എന്താ അതിൻ്റെ റീസൺ സിമ്പിളാണ്. എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ചൂട് വേനൽക്കാലത്ത് എയർ റോഡുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇവിടെ ചൂടായിട്ടിരിക്കും. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ പറയുന്ന എയർ, ഇത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, കോൾഡർ ആയിരിക്കും. ഇനി മനസ്സിലാക്കുക, കോൾഡ് എയർ ആണ് എപ്പോഴും ഡെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കോൾഡ് എയർ ആണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്, ഡെൻസർ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹോട്ട് എയർ എന്തായിരിക്കും, റെയർ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വെച്ച് തട്ടിയിട്ട് ഡെൻസിൽ നിന്ന് എയറിൽ പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരും. അപ്പോൾ ഈ റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ എന്തുള്ളതായിട്ട് കാണുന്നത്, മരം ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ എന്ത് കണ്ടാണ് നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണമാണ് നമുക്കിത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ PDF-ലും നോട്ടിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് എഴുതുക. ഓക്കെ, എന്താണ്, ഡ്യൂറിങ് ഹോട്ട് സമ്മർ the air just above the road become hot and become rarer, and the air that is above the hot air is cold, which will become a denser medium as compared to the hot air. When ray of light from the tree passes from cold air to hot air, it is traveling from a dense medium to a rare medium, and if the angle of incidence is greater than the critical angle, there will be total internal reflection and the ray will be reflected. So we will get a image of the tree underneath the actual image. ട്രീ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ. സോ നമുക്കിവിടെ എന്തായിട്ട് തോന്നും, വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ എഫക്റ്റ് ആയിട്ടുള്ള മിറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 14ാമത്തെ ചോദ്യം പറയുന്നത് സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഞാൻ പറഞ്ഞു തരണോ? എവറി ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഇസ് കമ്പൽഡ് ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അടുത്ത് വിച്ച് ക്വാണ്ടിറ്റീസ് ക്യാൻ ദിസ് ലോ ഡിഫൈൻ. എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഈ ലോ ഉപയോഗിച്ച്? നമുക്ക് ഇനേർഷ്യ എന്താണ് നമ്മൾ പറഞ്ഞത് ഈ ലോ വെച്ചിട്ടാണ്. അതുപോലെ ഫോഴ്സ് അല്ല ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഒക്കെ നമ്മൾ പറഞ്ഞത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനേർഷ്യയും ഫോഴ്സ് നമുക്ക് ഈ പറയുന്ന എന്താണ് ഫസ്റ്റ് ലോ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. 15ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫിഗർ. നോ പാർക്കിങ്ങിൻ്റെ സിമ്പിൾ ഏതട്ടെ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. ഏതാണ്? ഇതാണ് നോ പാർക്കിങ്ങിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. നീലയല്ല, ഉറപ്പായിട്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ട്രയാങ്കിളിനകത്തും അല്ല, റൗണ്ടിനകത്താണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സൈൻ എന്തിനാണ് കാണിക്കുന്നത്? മാൻഡേറ്ററി ആണ്. ഇതെന്താണ്? പാലിച്ചേ പറ്റുള്ളൂ. കോഷൻ ഒന്നും അല്ല അല്ലേ. പെറ്റി അടിക്കും പോലീസ് വണ്ടി നോ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടാൽ.
വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? എന്താണ് പറയുന്നത്? നോ പാർക്കിംഗ്. ഇവിടെ വണ്ടി എന്ത് ചെയ്യരുത്? പാർക്ക് ചെയ്യരുത്. 16ാമത്തെ ചോദ്യം. എമംഗ് എ ആൻഡ് ബി വിച്ച് ഈസ് ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എ എന്ന മീഡിയം ഉണ്ട്, ബി എന്ന മീഡിയം ഉണ്ട്. ഇതിൽ ആർക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്നാണ് ചോദിച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം 42 ഡിഗ്രിയിൽ എന്ത് ചെയ്തേക്കുകയാണ്? ഈ പറയുന്ന ലൈറ്റ് ഈ മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനിലോട്ട് പോയേക്കാണ്. എന്ന് വെച്ചാൽ എന്തുവാണ് നടന്നേക്കുന്നത്? ഇത് ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ? ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. അപ്പോഴേ ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എ ആണ് എന്ത് മീഡിയം എന്ന് പറയുന്നത്? ഡെൻസ് മീഡിയം. ബി ആണ് എന്തെന്ന് പറയുന്നത്? റെയർ മീഡിയം. ചോദ്യം എന്താണ്? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാണ്? എ എന്ന മീഡിയത്തിനാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വിച്ച് ഈസ് ദ ഡെൻസർ മീഡിയം. അടുത്ത, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് എ ഈസ് 45 ഡിഗ്രി. ഈ 42 ഡിഗ്രിക്ക് പകരം ഇവിടെ 45 ഡിഗ്രി ആയാൽ വാട്ട് വിൽ ബി ദ പാത്ത് ഓഫ് ദ ലൈറ്റ് റേ? പാത്ത് ഓഫ് ലൈറ്റ് റേ എന്തായിരിക്കും? നമുക്കറിയാം ഇവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ലൈറ്റ് റേ എന്ത് പറ്റും? ഇത് ഈ പറയുന്ന ലൈറ്റ് റേ പോയേക്കുന്നത് 42-ന് പകരം എത്രയാണ്? 45 ഡിഗ്രിയിലാണെങ്കിൽ ലൈറ്റ് റേ ഉറപ്പായിട്ടും തട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? അതേ മീഡിയത്തിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. വെൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി, ബൈ വാട്ട് നെയിം ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോൺ ബൈ? എന്ന് വെച്ചാൽ ഈ പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേര് എന്താണെന്ന്, എന്താണ് അതിനെ വിളിക്കുന്ന പേര്? അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ശരി. 17ാമത്തെ ചോദ്യം. ക്ലാസിഫൈ ദ ഫോളോയിങ് യൂണിഫോം ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ തന്നിട്ടുള്ളതിന് യൂണിഫോം വെലോസിറ്റി എന്നും നോൺ യൂണിഫോം വെലോസിറ്റി എന്നും എന്ത് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എ ട്രെയിൻ ലീവിങ് എ സ്റ്റേഷൻ. നമുക്കറിയാം ട്രെയിൻ കിടക്കുന്ന റെസ്റ്റിലാണ്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് കൂടി പോകും. അപ്പോഴത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആണോ? അല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. അല്ലേ, വെലോസിറ്റി 0-ൽ നിന്ന് കൂടുകയാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണ് ഇവിടെ ഉള്ളത്, യൂണിഫോം വെലോസിറ്റി അല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നോൺ യൂണിഫോം വെലോസിറ്റി. അല്ലെ, യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? 10 മീറ്റർ/സെക്കൻഡ് തന്നെ പൊക്കോണ്ടിരുന്നാൽ അത് യൂണിഫോം വെലോസിറ്റി. 10, 11, 12, 13 കൂടുകയാണെങ്കിൽ അത് നോൺ യൂണിഫോം, സെയിം വെലോസിറ്റി അല്ലല്ലോ. അതാ മനസ്സിലാക്കുക. ഫാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ്? നോൺ യൂണിഫോം. കാരണം എന്താ? റെസ്റ്റ് കിടക്കുന്ന ഫാനിൻ്റെ സ്പീഡ് കൂടി പോവുകയാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണ്, പക്ഷേ യൂണിഫോം വെലോസിറ്റി അല്ല അവിടെ. അത് മനസ്സിലാക്കിക്കോളേ. ലൈറ്റ് ട്രാവലിംഗ് ത്രൂ ദ സെയിം മീഡിയം എന്താണ്? അത് യൂണിഫോമാണ്. ഓക്കെ, ലൈറ്റ് ഇപ്പോൾ നമുക്കറിയാം വാക്യൂമിൽ കൂടി പോകുമ്പോൾ അതെടുക്കുന്ന വെലോസിറ്റി എത്രയാണ്? അത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. സമയം കഴിയുമ്പോൾ അത് മാറില്ല, അതേ വെലോസിറ്റി തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇത് യൂണിഫോം വെലോസിറ്റി. ഫ്രീലി ഫോളിങ് കോക്കനട്ട് എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്, പക്ഷേ ഇവിടെ എന്ത് വേണം? വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്. മാറിപ്പോവല്ലേ, വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ബി ചോദ്യം ഇത് പറയുന്നത് എന്താ? an object moves in a circular path with constant speed. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണ്. വാട്ട് ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ഓർ നോൺ യൂണിഫോം വെലോസിറ്റി? സിമ്പിൾ. എന്താണ്? ഇവിടെ നോൺ യൂണിഫോം വെലോസിറ്റി ആണുള്ളത്. നമ്മൾ സർക്കുലർ മോഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു. കാരണം ഒബ്ജക്റ്റ് കറങ്ങുന്നപ്പോൾ സ്പീഡ് സെയിം കാണിച്ചാലും വെലോസിറ്റി അവിടെ എന്തല്ല? സെയിം അല്ല. കാരണം ഒരു അകത്തോട്ട് എന്തുണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്തുണ്ട്? വെലോസിറ്റി സെയിം അല്ല. കാരണം ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നോൺ യൂണിഫോം ആണ്. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ദ ഡയറക്ഷൻ ഈസ് ചേഞ്ചിങ്. എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ ക്ലാസ് ഒന്നുകൂടി പോയി കാണണേ. നമ്മൾ പഠിച്ചത് കറക്റ്റ് അല്ലെന്നാണ് എൻ്റെ അർത്ഥം, ഇത് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ. ഓക്കെ, അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഫിഗർ. എ, ബി, സി ആൻഡ് ഡി ആർ 4 ടൈപ്സ് ഓഫ് ട്രാൻസ്പാരൻറ്റ് മീഡിയം. ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ്. എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യുന്നു. ബിയിൽ നിന്ന് സി പോകുന്നു, ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യുന്നു. സിയിൽ നിന്ന് ഡി പോകുന്നു, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഓഫ് എ ആൻഡ് ബി വിച്ച് ഈസ് ദ മീഡിയം ഓഫ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നോക്ക്, എയിൽ നിന്ന് ബി പോയപ്പോൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്തത്? എവേ ഫ്രം ദ നോർമലാണ് അല്ലേ. നോക്കി ഇവിടെ നോക്കി, എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്തേക്കുന്നത്. എങ്ങോട്ടാണ് ബെൻഡ് ചെയ്തേക്കുന്നത്? എയിൽ നിന്ന് ബി പോയപ്പോൾ ലൈറ്റ് റേ വന്നു, തട്ടി ഇങ്ങോട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്തേക്കുന്നത്. എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്യണമെങ്കിൽ ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലാണ് പോകേണ്ടത്. ചോദ്യം എന്താണ്? ആർക്കാണ് ഡെൻസിറ്റി കുറവ്? റെയർ മീഡിയം ഏതാണ്? ബി ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ബിക്കാണ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അടുത്ത ചോദ്യം. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദ ലൈറ്റ് റിട്ടേണിംഗ് ടു ദ സെയിം മീഡിയം ഇൻസ്റ്റെഡ് ഓഫ് പാസിംഗ് ഫ്രം സി ടു ഡി? സിയിൽ നിന്ന് ഡി പോയപ്പോൾ കണ്ടു, ലൈറ്റ് റേ വന്ന് തട്ടി തിരിച്ചു പോവാണ്. എന്തുകൊണ്ടായിരിക്കും? ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ.
So there is total internal reflection. That is the reason why the light ray reflected back to the same medium. സിമ്പിൾ അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ്. 19ാമത്തെ ചോദ്യം നോക്ക്. ഒബ്സർവ് ദ ഫിഗർ. കെറോസിനാണ് മുകളിൽ കിടക്കുന്നത്, താഴെ വെള്ളം. ഓക്കെ, കെറോസിനിൽ നിന്ന് വെള്ളത്തിലോട്ട് വരുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ 1.3 ആണ്. ഓക്കെ, അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ 1.4 ആണ്. ഡെൻസിറ്റി 0.8 ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? കെറോസിനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? നമ്മുടെ മാസ് ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? വാട്ടറാണ്. അപ്പോൾ രണ്ട് ഡെൻസിറ്റിയും നിങ്ങളെ വായിച്ച് എടുപ്പിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് ഇവിടെ ആവശ്യമില്ലാതെ എന്ത് തന്നിട്ടുള്ളത്? ഈ പറയുന്ന മാസ് ഡെൻസിറ്റി വന്നിട്ടുള്ളത്. നിങ്ങൾ അതിലോട്ടൊന്നും വീടരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് മീഡിയം ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? ആർക്കാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? 1.4 അല്ലേ കൂടുതൽ 1.3യേക്കാൾ? അപ്പോൾ ആർക്കാണ്? കെറോസിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ശരി, ബി എന്തുവാണ്? വിച്ച് ഓഫ് ദ ഫിഗർ എ ആൻഡ് ബി ഇൻ വിച്ച് ഫിഗർ ഈസ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ലൈക്ലി ടു ഒക്കർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഒന്നാമത്തേൽ കെറോസിനിൽ നിന്ന് വാട്ടറിലോട്ടാണ് ലൈറ്റ് റേ പോകുന്നത്. രണ്ടാമത്തേൽ വാട്ടറിൽ നിന്ന് കെറോസിനിലോട്ടാണ് പോകുന്നത്. ഈ രണ്ട് കേസിലും എവിടെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ സാധ്യത ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ട എപ്പോഴും ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ടായിരിക്കണം. ഇവിടെ ആരാ ഡെൻസ് മീഡിയം? അപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ എഴുതിയതുള്ളൂ, കെറോസിനാണ് ഡെൻസ് മീഡിയം. അപ്പോൾ ഡെൻസ് മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിൽ പോകുന്ന ഏത് കേസിലാണ്? അത് ഫസ്റ്റ് കേസിലാണ്. കാരണം സെക്കൻഡ് കേസിൽ റെയറിൽ നിന്ന് ഡെൻസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എവിടെയായിരിക്കും നടക്കാനുള്ള സാധ്യത? എയിലാണ് നടക്കാനുള്ള സാധ്യത. എന്തുകൊണ്ടാണ്? ബിക്കോസ് കെറോസിൻ ഈസ് ദ ഡെൻസർ മീഡിയം ആൻഡ് വാട്ടർ ഈസ് ദ റെയർ മീഡിയം. ഇൻ ഓർഡർ ടു ഹാപ്പൻ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, light ray must be traveling from a dense medium to a rare medium. So in figure A there is a possibility of total internal reflection. Simple അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, the data regarding the motion of an object is given. Draw the velocity time graph. ഈ ഡേറ്റ വെച്ച് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ട്? ഞാൻ വരയ്ക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ടൈം പോകുന്ന 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നാണ് പോകുന്നത്. അപ്പോൾ എക്സിലാണ് നമ്മൾ ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4, 5, 7, 8, 9, 10 എന്ന് കൊടുക്കണം. വെലോസിറ്റി 0, 10, 20, 30, 40, 40, 40, 40, 30, 20 അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താണ്? 0, 10, 20, 30, 40, 50. ഞാൻ 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്, 30, 40, 50 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4, 6, 7, 8, 9, 10. നോക്ക്, ഒന്നാമത്തെ പോയിന്റ് 0, 0. ഒന്നാമത്തെ പോയിന്റ് 0, 0 ഇത് തന്നെ. രണ്ടാമത്തെ പോയിന്റ് 1, 10, 1, 10. അടുത്തത് 2, 20, 2, 20, 3, 30, 3, 30, 4, 40, 4, 40. അടുത്ത് 5 ആയപ്പോഴും 40, 6 ആയപ്പോഴും 40, 7 ആയപ്പോഴും ഇവിടെ കുറച്ച് അടുത്തടുത്ത് വരും കേട്ടോ. അത് ഇങ്ങനെ ഏതാണ്ട് അപ്പോൾ ഒരു ആവറേജ് നോക്കുമ്പോൾ ഏതാണ്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും? കുറഞ്ഞ് ഇങ്ങനെ പോകും. ഇതാണ് കറക്റ്റ് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? 7, 30, 20, 10, 0. ഇങ്ങനെയാണ് ഇപ്പോൾ ഗ്രാഫ് വരുന്നത്. ഏതാണ്ട് ഈ ഒരു ഷേപ്പ് വരും. നിങ്ങൾ കറക്റ്റ് സ്കെയിലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് വേണം എന്ത് ചെയ്യാൻ? അതാ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. ഓക്കെ, ചോദ്യം ബി എന്താണ്? അറ്റ് വിച്ച് ഒക്കേഷൻ ഈസ് ദേർ എ ഡീസലറേഷൻ? ഡീസലറേഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? അത് 7 സെക്കൻഡ് ആകുമ്പോഴാണ് അല്ലേ? ഈ പറയുന്ന 6 സെക്കൻഡ് കഴിയുമ്പോൾ തൊട്ട് എന്ത് ചെയ്യും? ഡീസലറേഷൻ തുടങ്ങും. കാരണം എന്താ? 6-ലായപ്പോൾ 40 ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കുറഞ്ഞു തുടങ്ങിയത്. വെലോസിറ്റി കുറയുന്നല്ല ഡീസലറേഷൻ. അപ്പോൾ എന്തായിരിക്കും? അറ്റ് വിച്ച് ഒക്കേഷൻ എപ്പോഴായിരിക്കും? ആഫ്റ്റർ 6 സെക്കൻഡ്. ഓക്കെ, ആഫ്റ്റർ 6 seconds there is deceleration. What is the displacement of the object during the time interval 0 to 6 seconds? 0 to 6 seconds. ഓക്കെ, 0 തൊട്ട് 6 സെക്കൻഡ് വരെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? മാപ്പ് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. 0, 10, 20, 30, 40, 50 അല്ലേ? 6 സെക്കൻഡ് വരെയുള്ള ഏരിയയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് കിട്ടും. ട്രയാങ്കിളും കിട്ടും, അതുപോലെ റെക്റ്റാങ്കിൾ കിട്ടും. ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 160 മീറ്റർ കിട്ടും.
ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചെയ്തിട്ട് 160 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി പറ. ഇവിടെ ട്രയാങ്കിൾ കിട്ടും, ഇവിടെ റെക്റ്റാങ്കിൾ കിട്ടും. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് BH ആണ്. റെക്റ്റാങ്കിൾ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 160 കിട്ടണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. അത് നിങ്ങൾ എത്ര പേര് ക്ലാസ് കണ്ടിട്ട് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് കാണുന്നു ഞാനൊന്ന് നോക്കട്ടെ, ചെയ്തിട്ട് പറ. ഇതുപോലെ സെയിം ടൈപ്പ് ചോദ്യം നമ്മൾ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. 12ാമത്തെ, അടുത്ത 21ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ക്രൗൺ ഗ്ലാസ്, ഗ്ലിസറിൻ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, ഫ്ലിൻറ്റ് ഗ്ലാസ്, ഇവരുടെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലേ? ക്രൗൺ ഗ്ലാസ് 1.52, ഗ്ലിസറിൻ 1.47, സൺഫ്ലവർ ഓയിൽ 1.47, വാട്ടർ 1.33, ഫ്ലിൻറ്റ് ഗ്ലാസ് 1.62. ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്സിനാണ്. ഏറ്റവും കുറവ് ആർക്കാണ്? വാട്ടറിനാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം ഗിവൺ ഇൻ ദ ടേബിൾ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ലീസ്റ്റ്? തന്നിട്ടുള്ളതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവാർക്കാണ്? നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവുള്ള മീഡിയം ആയിരിക്കും ഒപ്റ്റിക്കലി ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള മീഡിയം. ആ മീഡിയത്തിന് തന്നെയായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും കൂടുതൽ. അപ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം ഏതാടേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം അത് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. അപ്പോൾ ഫ്ലിൻറ്റ് ഗ്ലാസ് തന്നെയായിരിക്കും സ്പീഡ് എന്ന് പറയുന്ന ഏറ്റവും ലീസ്റ്റ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. ഓക്കെ, ഫ്ലിൻറ്റ് ഗ്ലാസ്സിലായിരിക്കും ഏറ്റവും കുറവ്. അടുത്ത്, ഇൻ വിച്ച് വെയർ ഓഫ് മീഡിയം വിൽ ദ ലൈറ്റ് റേ പാസസ് വിത്തൗട്ട് ഡീവിയേഷൻ ഈവൻ ഇഫ് ഇറ്റ് ഫാൾസ് ഒബ്ലിക്കലി ഫ്രം വൺ മീഡിയം ടു അനദർ? അപ്പോൾ രണ്ട് മീഡിയം സിമ്പിളായിട്ട് പറയാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് രണ്ട് മീഡിയത്തിലാണ് ലൈറ്റ് റേ ഒബ്ലിക്കലി വീണാലും റിഫ്രാക്ഷൻ നടക്കാതെ പോകുന്നത്? ഏത് മീഡിയത്തിലായിരിക്കും? ഏത് മീഡിയങ്ങളിലായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിട്ടുള്ളത്? ആ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ പോകുമ്പോൾ അവിടെ എന്ത് നടക്കൂല? റിഫ്രാക്ഷൻ നടക്കൂല. അപ്പോൾ ഏത് മീഡിയത്തിനായിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം? 1.47, 1.47. ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിലോട്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഗ്ലിസറിലോട്ട് പോകുമ്പോഴും അവിടെ എന്ത് നടക്കൂല? റിഫ്രാക്ഷൻ നടക്കൂല. കാരണം രണ്ടുപേരും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റും സെയിം ആയിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് സെയിം ആണെങ്കിൽ ഇവിടെ എന്ത് നടക്കൂല? റിഫ്രാക്ഷൻ നടക്കൂല. ബേസിക്. സി പാർട്ട്, ഇൻ വിച്ച് പെയർ ഓഫ് മീഡിയം വിൽ ദ ലൈറ്റ് റേ ഹാവ് മാക്സിമം ഡീവിയേഷൻ വെൻ ലൈറ്റ് റേ പാസസ് ഫ്രം വൺ ടു അനദർ? ഏത് മീഡിയത്തിൽ നിന്ന് ഏത് മീഡിയത്തിൽ പോകുമ്പോഴേക്കും മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്നു? ആലോചിച്ച് നോക്കടാ. ഏറ്റവും കുറവുള്ളിടത്ത് നിന്ന് ഏറ്റവും കൂടുതലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളിടത്ത് നിന്ന് ഏറ്റവും കുറവിലോട്ട് പോകുമ്പോഴോ ആണ് എന്ത് നടക്കുന്നത്? മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്നത്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു തന്നതാണ്. ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഫ്ലിൻറ്റ് ഗ്ലാസിനും ഏറ്റവും കുറവ് ഉള്ളത് ആർക്കാണ്? വാട്ടറിനുമാണ്. അപ്പോൾ ഫ്ലിൻറ്റിൽ നിന്ന് വാട്ടറിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് ഫ്ലിൻറ്റിലോട്ട് പോകുമ്പോഴോ ആയിരിക്കും എന്ത് നടക്കുന്നത്? മാക്സിമം ഡീവിയേഷൻ നടക്കുന്നത്. അപ്പോൾ സിയുടെ ഉത്തരം എന്തായിരിക്കും? ഫ്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ടു ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫ്ലിൻറ്റ് ഗ്ലാസ് ടു വാട്ടർ എന്ന് എഴുതിയാൽ രണ്ടും ശരി തന്നെ ആണ്. ഡി, ഒബ്സർവ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഫാളിംഗ് ഒബ്ലിക്കലി ഫ്രം ദ ക്രൗൺ ഗ്ലാസ് ടു ദ ഫ്ലിൻറ്റ് ഗ്ലാസ്. കോപ്പി ദ ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ദ ഫിഗർ. ക്രൗൺ ഗ്ലാസ്സിൽ നിന്ന് ഫ്ലിൻറ്റ് ഗ്ലാസ്സിലോട്ട് ലൈറ്റ് പോവുകയാണ്. ഓക്കെ, ക്രൗൺ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.52 ആണ്. 1.52. ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെത് 1.62 ആണ്. അപ്പോൾ എന്താണ്? ഇതാണ് ഡെൻസ് മീഡിയം, ഇതാണ് എന്ത്? റെയർ മീഡിയം. അപ്പോൾ ലൈറ്റ് റേ പോകുന്നത് റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിലോട്ടാണ്. അപ്പോൾ എന്ത് പറ്റും? ഇത് ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യും. എന്ത് ചെയ്യും? ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 meter per second, ആക്സലറേഷൻ -10 meter per second square. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഹൈറ്റ് റീച്ച്ഡ് ബൈ ഇൻ ദ സെയിം ടൈം. ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് വിൽ ദ സ്റ്റോൺ ബി അറ്റ് ദ 4th second എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. സെയിം ടൈപ്പ് നമ്മൾ കുറേ തവണ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് നോക്കാം അല്ലേ. യു തന്നിട്ടുണ്ട് എത്രയാണ്? 30 meter per second. ഏത് തന്നിട്ടുണ്ട് എത്രയാണ്? -10 meter per second square. ഫൈനൽ വെലോസിറ്റി അറിയാം. സ്റ്റോൺ മുകളിൽ എത്തുമ്പോൾ എത്രയാണത്? അത് 0 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് ചോദിച്ചുള്ള സമയമാണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v = u + at ഉപയോഗിക്കാം. v0 = u എത്ര? 30 ± 10t. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 - 10t. ഇവിടുന്ന് 30 - 10t 20t നിന്ന് എടുത്ത് എഴുതി കളയരുത്. ഈ -10t ഈക്വൽ ടുവിന് അപ്പുറത്ത് പോവും. അപ്പോൾ എന്ത് കിട്ടും? വെറും 10t ആവും. 10t മൈനസ് അപ്പുറത്ത് പോകും, പ്ലസ് ആവും. 10t = 30. അതിൽ നിന്ന് t = എത്ര? 30/10, ദാറ്റ് ഈസ് t = 3 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ടൈം എത്ര? 3 സെക്കൻഡ്. അടുത്ത് ചോദിച്ചുള്ള എന്താണ്? ഹൈറ്റ് ആണ്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? s = ut + ½ at². അപ്പോൾ എത്ര? 30 × 3 + ½ × -10 × 3ന്റെ സ്ക്വയർ.
ദാറ്റ് ഈസ് 30 എത്ര 90 പ്ലസും ഈ പ്ലസ് മൈനസും കൂടെ മൈനസ് ആവും. മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 3 സ്ക്വയർ എത്ര 9. ദാറ്റ് ഈസ് 90 മൈനസ് ഈ രണ്ടും ഈ 10 കൂടി വെട്ടി 5 ആക്കാം. 5 ഇൻറ്റു 9 എത്രയാണ്? 5 9 എത്രയുടെ 45. അപ്പോൾ 90 നിന്ന് 45 കുറച്ച് എത്ര കിട്ടും? 45 കിട്ടും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 45 മീറ്ററാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് വിൽ ദ സ്റ്റോൺ ബി അറ്റ് 4th സെക്കൻഡ്? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഒബ്ജക്റ്റ് നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് എറിഞ്ഞു. ഓക്കെ, മുകളിലോട്ട് എറിഞ്ഞു. അത് എന്ത് ചെയ്തു? മാക്സിമം ഹൈറ്റ് എത്തി. ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 45 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, അതായത് ഈ പറയുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ആ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. ചോദിച്ചേക്കുന്നത് ഈ 45 മീറ്റർ വരെ എത്താനെടുത്ത സമയം എത്രയാണ്? അത് 3 സെക്കൻഡാണ്. അത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് വിൽ ദ സ്റ്റോൺ ബി അറ്റ് ദ 4th സെക്കൻഡ്? അതായത് നമ്മൾ താഴെ നിന്ന് ഇതിനെ എറിഞ്ഞിട്ട് ഇത് മുകളിലെത്തി. അപ്പോൾ 3 സെക്കൻഡ് ആയല്ലോ. അടുത്ത 1 സെക്കൻഡിൽ എന്ത് പറ്റിയിട്ടുണ്ടാവും? ആ മുകളിൽ നിന്ന് കല്ല് താഴോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ചോദിച്ചിട്ടുള്ളത് 4 സെക്കൻഡ് സമയം കഴിയുമ്പോഴേക്കും ഈ സ്റ്റോണ് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് കുറച്ച് ലോജിക്ക് ആലോചിക്കണം. ഓക്കെ, ഈ ടൈപ്പ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതായത് ഇവിടെ നിന്നും ഈ പറയുന്ന പോയിന്റിന് ഞാനിപ്പോൾ 1 എന്ന് എടുക്കുന്നു. ഈ 1 എന്ന പോയിന്റിൽ നിന്നും ഈ പറയുന്ന 2 എന്ന പോയിന്റിലോട്ട് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ, അതായത് നമുക്ക് താഴെ നിന്ന് എറിഞ്ഞ കല്ല് 3 സെക്കൻഡ് ആയപ്പോൾ മുകളിലെത്തി. അടുത്ത 1 സെക്കൻഡ് ആയപ്പോൾ അത് അവിടെ നിന്ന് എന്ത് ചെയ്തു? താഴോട്ട് വന്നു. അപ്പോൾ ഈ 1 സെക്കൻഡ് സമയം കൊണ്ട് ഈ സ്റ്റോണ് മുകളിൽ നിന്ന് താഴോട്ട് എത്ര ദൂരം വന്നിട്ടുണ്ട്? ആ ദൂരം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 45 നിന്ന് കുറച്ചിട്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫോർമുല എന്തുവാണ്? S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ നോക്കുക, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്മൾ 30 എന്ന് എടുക്കൂ? ഇല്ല, കാരണം സ്റ്റോൺ എന്ത് ചെയ്തു? ഇവിടുന്ന് എറിഞ്ഞപ്പോഴാണ് 30 ഇനീഷ്യൽ വെലോസിറ്റി. അത് മുകളിൽ എത്തിക്കഴിഞ്ഞോടെ ആ പരിപാടി തീർന്നു. ഇപ്പോൾ പുതിയൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ സ്റ്റോൺ എന്ത് ചെയ്യാണ്? ഫൈനൽ വെലോസിറ്റി ആദ്യത്തെ കണ്ടീഷനിൽ 0 ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? 0 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം. ടൈം എന്ന് പറയുന്നത് നമ്മൾ 4 സെക്കൻഡ് എടുക്കുമോ? ഇല്ല, കാരണം ഈ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വരെ എത്ര സമയം മതി? 1 സെക്കൻഡ് മതി. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്രയായിട്ട് എടുക്കാം? ടൈം നമുക്ക് 1 സെക്കൻഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ -10 എടുത്തു. ഇപ്പോൾ മൈനസ് എടുക്കണോ? വേണ്ട. എന്ത് മതി? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മതിയാവും. കാരണം ഇപ്പോൾ ഒബ്ജക്റ്റ് വരുന്നത് താഴോട്ടാണ്. അപ്പോൾ പറയുന്ന ഭൂമി കൊടുക്കുന്ന ഫോഴ്സും നമ്മുടെ ഈ പറയുന്ന ഒബ്ജക്റ്റ് വരുന്ന ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് ഇവിടെ പ്ലസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S ഈസ് ഈക്വൽ ടു U എത്ര? 0 ഇൻറ്റു T എത്ര? 1 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്ര? 10 ഇൻറ്റു T എന്ന് വെച്ചാൽ എത്ര? 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 1 എന്താണ്? 0 ആണ്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1. അപ്പോൾ എന്താണ്? ഹാഫ് ബൈ 10 എന്ന് വെച്ചാൽ എത്രയാണ്? 5 മീറ്ററാണ്. എന്ന് വെച്ചാൽ ഈ മുകളിൽ നിന്ന് താഴോട്ട് ഏത് ദൂരം? ഈ പറയുന്ന ഇത്രയും ദൂരം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു? അത് 5 മീറ്റർ ആണെന്ന് കിട്ടി. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള 5 മീറ്റർ ആണോ? അല്ല. ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരത്തിൽ നിന്നാണ്? നോക്കി, ഗ്രൗണ്ടിൽ നിന്ന് മാക്സിമം ഉയരം 45. ഈ പറയുന്ന 1 സെക്കൻഡോടെ താഴോട്ട് വന്ന ദൂരം 5 മീറ്റർ. അപ്പോൾ 45 5 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 40 മീറ്റർ കിട്ടും. അതായത് ഇപ്പോൾ 4 സെക്കൻഡ് സമയം കഴിയുമ്പോൾ ഈ സ്റ്റോൺ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരത്തിലായിരിക്കും? അത് 40 മീറ്റർ ദൂരത്തിലായിരിക്കും. എത്ര മീറ്റർ ദൂരത്തിലായിരിക്കും? 40 മീറ്റർ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാർട്ട് കുറച്ച് പാടായിരുന്നു. എങ്കിലും ലോജിക്കലി ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. 40 മീറ്ററാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറയുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളൊന്ന് നോക്കുക. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇനിയും എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.